കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതരും ആരാധകരും എല്ലാം ചുമ്മാ വായി കറക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റു ക്ലബ്ബുകളെല്ലാം ട്രാൻസ്ഫർ മാർക്കറ്റിൽ വളരെ ആക്റ്റീവായിട്ട് ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഒക്കെ ബഹുദൂരം മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈസ്റ്റ് ബംഗാൾ എഫിയങ്ങിനെ പോലുള്ള താരങ്ങളെ സൈൻ ചെയ്യാൻ പോകുന്നുണ്ട്. അതിനിടയിൽ പഴയ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ് ഇത്തവണ ജംഷഡ്പൂർ എഫ് സി. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ പെനാൽറ്റികൾ സേവ് ചെയ്തിരുന്ന താരങ്ങളിൽ ഒരാളാണ് ഗോവൻ സ്വദേശിയായിട്ടുള്ള ആൽബിനോ ഗോംസ്. അതേ ആൽബിനോ ഗോംസിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുന്നതിൽ ജംഷഡ്പൂർ എഫ് സി വിജയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി റൈറ്റ് വിംഗിൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ ഒരാളായിരുന്നു ഋത്തിക് ദാസ്. കേരള ബ്ലാസ്റ്റേഴ്സ് കൈവിട്ട് കളഞ്ഞ വജ്രം മാണിക്യം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന താരമാണ് ഋത്തിക്. അതേ ഋത്തിക്കിനെയും ജംഷഡ്പൂർ എഫ് സി സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇനാക്റ്റീവ് ആണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ താരങ്ങളെയൊക്കെ വേണ്ട ക്ലബ്ബുകൾ നല്ല തുകയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ ജംഷഡ്പൂർ എഫ് സി ഋത്തിക്കിനെയും ആൽബിനോ ഗോമസിനെയും സ്വന്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇപ്പോൾ വരും.